മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ശനി വർഷം 2025 മാർച്ച് 29 രാത്രി ഏകദേശം 11 മണിക്ക് തൻ്റെ സ്വരാശിയായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ 12 രാശിക്കാരെയും പ്രതികൂലമായോ അനുകൂലമായോ ഒക്കെ ബാധിക്കുന്നതായിരിക്കും. ശനി ഏറ്റവും സ്ലോയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. ഒരു രാശിയിൽ ശനി ഏകദേശം 2.5 വർഷത്തോളം നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ശനിയുടെ പ്രഭാവ സമയവും വളരെ നീണ്ടതായിരിക്കും. ശനി കർമ്മപ്രിയനാണ്. ശനി കർമ്മഫലപ്രദായിയുമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഈ ജന്മത്ത് ചെയ്തതായാലും മുജ്ജന്മത്ത് ചെയ്തതായാലും ശനി നമ്മൾക്ക് നൽകുന്നതായിരിക്കും. ശനി എന്ന് കേൾക്കുമ്പോഴോ അതല്ലെങ്കിൽ 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നൊക്കെ കേൾക്കുമ്പോഴോ മിക്കവാറും ആൾക്കാരുടെ മനസ്സിലൊരു ചെറിയ ഭയം ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം തന്നെ ശനിയുടെ പൊതുവായ കാര്യങ്ങളാണ്. അതായത് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നാച്ചുറലായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ സമയത്തെല്ലാം തന്നെ ശനിയുടെ ചാരവശാലുള്ള പ്രഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതികൾ മാറ്റങ്ങൾ വരുത്തുവാനും സാധ്യതയുണ്ട്. അതായത് ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ 7ര ശനി സമയത്ത് ആ വ്യക്തിക്ക് പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതിനാൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ശനിയുടെ ഈ രാശിമാറ്റത്തെ നിങ്ങൾ സാധാരണഗതിയിൽ മാത്രം കാണുന്നതായിരിക്കും ഉത്തമം. ശനിയുടെ ഈ രാശിമാറ്റം ഇടവം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ശനി നിങ്ങളുടെ 9ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. രാശി മാറുന്നത് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്കാണ്. ഇത് ഉപചയസ്ഥാനമാണ്, ഇച്ഛാപൂർത്തിയുടെ സ്ഥാനമാണ്. ഈ സമയത്ത് ശനി നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാക്കുന്നതായിരിക്കും. ഈ രാശിമാറ്റത്തോടെ നിങ്ങളുടെ കണ്ടകശനി സമയവും അവസാനിക്കുന്നതായിരിക്കും. ശനിയുടെ പൊസിഷൻ നല്ലതായിരുന്നതിനാൽ കണ്ടകശനിയുടെ അധികം നെഗറ്റീവ് പ്രഭാവങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇനി വരും സമയത്തും ശനിയുടെ ശുഭഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജാതകത്തിൽ ശനി ബലഹീനനാണെങ്കിൽ ഇതിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകളും മറ്റും വരുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ചില അനുകൂല പരിവർത്തനങ്ങളും മറ്റും കരിയറിലും ബിസിനസ്സിലും കാണുവാൻ സാധിക്കുന്നതായിരിക്കും. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതാണ്. ഇത് ചിലപ്പോൾ വിദേശ യാത്രകളാക്കുവാനും സാധ്യതകളുണ്ട്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. നാട്ടിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. പിതാവുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതുമായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശനിയുടെ 3ാം ദൃഷ്ടി നിങ്ങളുടെ 1ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിനെ കുറച്ചൊക്കെ ചഞ്ചല സ്ഥിതിയിലാക്കുന്നതായിരിക്കും. ചില സമയത്ത് കൺഫ്യൂഷൻ്റെ സ്ഥിതിയും നിർമ്മിതമാകുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കോട്ടം തട്ടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. എല്ലാവരോടും സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും. ശനിയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 5ാം ഭാവത്തിലാണ്. മെയ് 14 വരെ ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട്. അതിനാൽ ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. മെയ് 14 ഗുരു രാശി മാറുമ്പോൾ വിദ്യാർത്ഥികൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. എങ്കിലും 5ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ ബുദ്ധിയുടെ കാരകനുമാണ്.
വിദ്യാർത്ഥികൾക്ക് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് ഈ സമയം അല്പം ടഫായിരിക്കും. അതിനാൽ ശ്രദ്ധിച്ചു വേണം തമ്മിൽ സംസാരിക്കുവാനും ഇടപെടുവാനും. സന്താനവർഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട്. ശനിയുടെ 10ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. ഈ സമയത്ത് അപ്രതീക്ഷിതമായി ചില സംഭവങ്ങളെ നേരിടേണ്ടി വരും. ഇത് ചിലപ്പോൾ പോസിറ്റീവുമാകാം, നെഗറ്റീവുമാകാം. എന്തായാലും എല്ലാ കാര്യങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുന്നത് നല്ലതായിരിക്കും. മെയ് 14-ാം തീയതി ഗുരു മിഥുനത്തിലേക്ക് രാശി മാറുമ്പോൾ ഗുരുവിൻ്റെ 7ാം ദൃഷ്ടി ഇവിടെയായിരിക്കും പതിക്കുന്നത്. അങ്ങനെ ഒരു വർഷത്തോളവും ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയുടെ ഫലങ്ങൾ ശനിയുടെ ദൃഷ്ടിയെ കുറച്ചൊക്കെ ന്യൂട്രൽ ആക്കുന്നതായിരിക്കും. പൊതുവെ ഇടവം രാശിക്കാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. എങ്കിലും കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നേരായ മാർഗത്തിൽ കൂടെ മാത്രമായിരിക്കണം പൈസ സമ്പാദിക്കേണ്ടത്. ലഹരി പദാർത്ഥങ്ങൾ, മദ്യമാംസാദികൾ എന്നിവ ഉപേക്ഷിക്കുക. ആരെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും ഇരിക്കുക. അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അവശതയുള്ളവരെ കഴിയുന്നത്ര വിധം സഹായിക്കുക. ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ശുഭകരമായിരിക്കും. ഇതാണ് ശനിയുടെ രാശിമാറ്റം ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.